തോട്ടക്ക് വന്നിക്കാൻ. ഞങ്ങളെ വീടിന്റെ അടുത്ത ഒരു തോടാണ്. അപ്പൊ ഞാൻ ഇന്നാളെ ഒരു അമ്മേന്റെ വീട്ടിലേക്ക് വന്നില്ല. ആ വീട്ടിന്റെ അവിടെയാണ് ഞങ്ങളിപ്പോ ഉള്ളത്. അപ്പൊ എന്റെ കൂട്ടുകാരുണ്ട്, റെയിനിയാണോ അവന്റെ പേര്. അപ്പൊ ഞാൻ അവനെ കടത്തരാ. റെയിനി അങ്ങോട്ട് വാ. അപ്പൊ ഇതാട്ടോ റെയിനി. അപ്പൊ ഞാൻ തോട്ടിൽ കളിച്ചാണ്. അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലത്തെ സംഭവം. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയത് അവിടെ നല്ല ഒലിവുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് തന്നെ വരികയാണ്. അപ്പൊ ഇനി ഞാന് അപ്പൊ ഞാന് അവിടെ പൊങ്ങിന്റെ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. അപ്പൊ ഗൈസ്, ഞാനിവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഒരു സംഭവം ഉണ്ട് പറഞ്ഞില്ലേ, അതാട്ടോ ഇത്. അപ്പൊ ഇനി ഞാൻ ഒറ്റക്ക് ഒന്ന് പോയോക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു നിൽക്കണത് പാണ്ടിക്കാട് പയ്യ പറമ്പിലെ ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള ചെറിയൊരു തോട് പോലത്തെ ഒരു അരുവിന്റെ പോലത്തെ സംഭവം ഉണ്ട്. അതിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഈ വെക്കേഷൻ അവസരം ഈ ഒരു മഴ കാലം കൊണ്ട് നമുക്ക് ലീവ് വന്ന ഈ അവസരമൊക്കെ മുതലാക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ. അപ്പൊ ബൈ. അപ്പൊ റെനിക്ക് ഇങ്ങോട്ട് വന്നിട്ട് മീനിന് പകരം പൂവാണെങ്കിൽ റെനി ആ പൂവ് കടുകൊടുത്തതാട്ടോ. റെനിന്റെ പൂവ് അപ്പൊ റെനി പൂവ് വച്ചാണ്. മീനിന്റെ പകരം പൂവാട്ടോ കുറച്ചിരുന്നത്. അപ്പൊ അപ്പൊ എന്താ ഞാനിന്ന് ഇത്രേ ഉള്ളൂ ഇന്നത്തെ എന്റെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 4 വീഡിയോസ് ആക്കിയിട്ട് വെള്ളം നന്നിട്ട് ഫോൺ എന്തോ ആയിക്കൊണ്ട് അത് ഇതാവാണ്. അപ്പൊ ഇനി ഞാൻ റെനി ഇവിടെ ഇരിക്കുകയാണ്. റെനി നമുക്ക് ഇവിടെ ഇരിക്കുക. അയ്യോ നല്ല തണുപ്പുണ്ട് ഗായ്സ്. അയ്യോ അത് ഈച്ചട്ടെ. അതിന്റെ നിറച്ച് കല്ലാണ്. ചന്തിമകളൊക്കെ കല്ലിട്ടത്. അപ്പൊ റെനിയാന്ന് കുറച്ച് നീങ്ങിക്ക ബാക്കിക്ക്. നല്ല സുഖം. നിങ്ങളൊക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നോ. ഞാനൊരു കാര്യം പറഞ്ഞത് ചിരിക്കും. ഞങ്ങളെ കൂട്ടത്തിട്ട് ആ 3 ആൾക്കാരെ ഞാൻ കാട്ടി തന്നല്ലോ. ഓലെ എന്താ ചീന പറഞ്ഞിട്ട് തല്ലുകൂടിയാണ്ടേ. എന്താ പറയാ, അയാളവിടെ ഒരു കടവിന്റെ പോലത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതിന് അങ്ങോട്ടാണ് കൊയിഞ്ഞാടി അപ്പുറത്തേക്ക്. അതിന്റെ അപ്പുറത്തേക്ക് ചാടിയതാണ്. ഇങ്ങനെ ഒരു കടവിന്ന് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിൽ ചാടിയതാണ്. അതിൽ ചാടിയത് കൂടിയാണ്ട് പൂണു. അതിൽ മണ്ണിലാണ് പൂന്തി. അതിൽ പിന്നെ മറ്റൊരു 2 ആളും കൂടി രക്ഷിച്ചത് കൊണ്ട്
അപ്പൊ അപ്പൊ പിന്നെ പേടിച്ചിങ്ങാണ്ട് ഇങ്ങോട്ട് വന്നിക്കാണ്. ചീനാപ്പറങ്കിക്ക് തല്ലൂടിയത് ഗൈസ്. അത്രയും ചീനാപ്പറങ്കിക്ക് ആർത്തില്ല ആൾക്കാരാണ് ഇവര്. എന്തൊരു കഷ്ടം. അപ്പൊ എന്താ പറയാ സംഭവിച്ചത് പുകാനുള്ള കാരണം, എന്റെ അമ്മച്ചി ചാടിയ പോലെ റെനിന്റെ അമ്മച്ചിയും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് എടുത്ത് ചാടിയതാണ്. അതില് ഓന്റെ അമ്മച്ചിയാണ് വീണതാണ്. അതാ സംഭവം. അപ്പൊ ഞാന് 2 വീഡിയോ ഒക്കെ എടുക്കാൻ കരുതി. അപ്പൊ ഞാൻ 2 വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അപ്പൊ മറ്റേത് എന്താ വിചാരിച്ചാല് എന്റെ കൈ തട്ടി അത് പോയി. ഇപ്പൊ ഇവിടെ എന്തായാലും വലൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ നല്ല കൂന്തലുണ്ട്. അപ്പൊ റെനി അവിടെ എന്തോ ചെയ്യാണ്. അപ്പൊ ഞാൻ എന്റെ ചെരുപ്പ് എന്ത് റബ്ബേ, ഇതിലെപ്പോഴും കല്ല് കുടുങ്ങണ് ഗൈസ്. കണ്ടില്ലേ ചെരുപ്പൊക്കെ ലാട്ടയക്കണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. അപ്പൊ ഞാൻ എന്റെ ചെരുപ്പ് ഒന്ന് കല്ലൊക്കെ കളഞ്ഞിട്ട് ഇടട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യും ഒരു സംഭവം വരച്ചിട്ടുണ്ട്. ഈ റോസാപ്പൂ പോലത്തെ ഒരു സംഭവമാണ്. എനിക്ക് ഇന്നലെ എൻ്റെ സ്കൂളിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വരച്ചതാണ്. പിന്നെ ഇന്ന് എന്താ പറയുക, സ്കൂളില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഭയങ്കര മഴ ആയതുകൊണ്ട് സ്കൂളില്ല. അപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ട് ഞങ്ങളിങ്ങനെ പോകുന്നതാണ്. അപ്പോൾ റെനി അതിൽ ചാടി കളിച്ചാ. അപ്പോൾ റെനി അവിടെ ചാടി കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കളിച്ചതാണ്. പിന്നെ ഇമ്മച്ചീറ്റ് അവിടെ എന്തൊക്കെ പറഞ്ഞിട്ടത്. റെനിൻ്റെ അമ്മ ഉണ്ട്, പിന്നെ എൻ്റെ അമ്മച്ചിണ്ട്, പിന്നെ റെനിൻ്റെ മൂത്തമ്മയുണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഓരവിടെ എന്തൊക്കെ കാട്ടി കുത്തിർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഞങ്ങൾക്കൊരു അതിശയകരമായ ഒരു സംഭവം കാട്ടിത്തരാം. കണ്ടങ്ങൾ നെട്ടും ഗൈസ്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ചീനാപ്പറങ്കി മരമുണ്ട്. അതിന് വേണ്ടിയാണ് ഈ 3 ആൾക്കാരുടെ കൂട്ടം കൂടി നിൽക്കുന്നത്. ചീനാപ്പറങ്കിക്ക് ഇത്ര ആർത്തിയുള്ള ആൾക്കാരെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിക്കണോ ഗൈസ്? അപ്പോൾ ഞാൻ അതാരൊക്കെയെന്നറിയോ? സോറി, ഞാൻ നേരത്തെ പറഞ്ഞത് റെനിൻ്റെ കുഞ്ഞാമ്മയാണ്, മൂത്തമ്മല്ല. അപ്പോൾ അത് ഒന്ന് റെനിൻ്റെ അമ്മച്ചി ഉണ്ട്, ഒന്ന് എൻ്റെ അമ്മച്ചി ഉണ്ട്, ഒന്ന് റെനിൻ്റെ കുഞ്ഞാമ്മയുണ്ട്. അവർക്ക് 3 ആൾക്ക് ചീനാപ്പറങ്കി കുറച്ചൊന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾ കൊടുന്നോണ്ടിട്ട് ഗൈസ്. ഒരു ചീനാപ്പറങ്കിൻ്റെ ഫാൻസ് ആട്ടോ ഗൈസ്. അപ്പം റെനി ഇവിടെ തോട്ടിൽ കളിച്ച് കുത്തിറക്കാണ് ഗൈസ്. അപ്പം ഞാനിങ്ങനെ ചാടിങ്ങനെ കളിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടോ? ഞാനാണിപ്പോൾ ക്യാമറ പിടിക്കുന്നത്, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് എന്നെ കാണുന്നത്. അപ്പോൾ കല്ലൊക്കെ കയറുന്നത് ഗൈസ്. എന്ത് ചെയ്യാനാ? അപ്പം റെനി അവിടെ കയ്യിൽ കയറി കുത്തിറക്കുന്നുണ്ട്. ആ ചീനാപ്പറങ്കിൻ്റെ ആൾക്കാർ അതിലൊക്കെ പോണത് ഗൈസ്. നമുക്ക് ഓലപ്പം ഇങ്ങനെ പോവാം ഗൈസ്. അപ്പം നമുക്ക് ഓലപ്പം ഇങ്ങനെ പോവുകയാണ്. പക്ഷെ ഞാനിപ്പോലെ കാട്ടിത്തരുന്നില്ല, ഞാൻ കുറച്ച് നേരം. അപ്പോൾ ഓലവിടെ ചീനാപ്പറങ്കി ഇറക്കാണ്. അപ്പോൾ ഓലവിടെ ചീനാപ്പറങ്കി ഇറച്ചിട്ട് നമ്മൾ എന്തിനാ പോലെ അല്ലോ എൻ്റെ ചെരുപ്പാടെ മുങ്ങിപ്പോയി ഗൈസ്. എൻ്റെ ചെരുപ്പ് മുങ്ങി. അയ്യോ കിട്ടി ഗൈസ്. അപ്പോൾ നമ്മളെന്തിനാ ഓല വെറുതെ ഡിസ്റ്റർബ് ചെയ്യണത്? അപ്പോൾ നമുക്ക് മറ്റിടത്ത് കറങ്ങാം.